ഇടുക്കി സാധാരണ ക്രിമിനൽ കേസുകളുടെ ഒരു താവളമാണ്. എല്ലാവിധ ക്രിമിനൽ കേസുകളും ലഹരിമരുന്ന് കേസുകളും കഞ്ചാവ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. അവിടെ പോലീസിന്റെ സ്ട്രെങ്ത് ശക്തമാണ്. പോലീസിനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ആളുകളെ യഥാസമയം പിടികൂടുക, പ്രതികളെ ജയിലിൽ അടയ്ക്കുക, അതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു കാഴ്ച. അതീവ സങ്കടകരമാണെന്നോ ലജ്ജാവഹമാണോ എന്നൊക്കെ പറയാം. ഒരു പോലീസ് സ്റ്റേഷനിൽ വനിതകളും ഉണ്ടാകും, പുരുഷന്മാരും ഉണ്ടാകും. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുപ്പായം മാറാനൊക്കെ പ്രത്യേക സംവിധാനമുണ്ട്. ക്വാർട്ടേഴ്സും അവരുടെ വിശ്രമ മുറിയും ഒക്കെ ഉണ്ട്. ആ വിശ്രമ മുറിയിൽ ഒളിക്യാമറ വച്ചിട്ട് വീഡിയോയും ഫോട്ടോഗ്രാഫും ഒക്കെ പകർത്തുന്ന ഒരു വിരുദ്ധൻ. ഏതെങ്കിലും കള്ളന്മാരാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടക്കുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ സ്ത്രീകളുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്ന ഏതെങ്കിലും ഇൻബോൺ ക്രിമിനൽ ആണെങ്കിലോ അവരെ പോലീസ് പിടിച്ചകത്താക്കും. ഇത് പോലീസ് തന്നെയാണെങ്കിലോ? പോലീസ് എന്ന് പറയുമ്പോൾ അയാളുടെ മുണ്ടക്കയം കോരത്തോട് സ്വദേശി കുറ്റിപ്പുറം വീട്ടിൽ കുറ്റിപ്പുറം വൈശാഖ് മുണ്ടക്കയം സ്വദേശിയാണ്. വൈശാഖ് എന്ന് പറയുന്ന പോലീസുകാരൻ കഴിഞ്ഞ 7 മാസമായി ഈ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ CPO ആണ്, സിവിൽ പോലീസ് ഓഫീസറാണ്. ഇയാൾക്ക് അവിടെയുള്ളൊരു വനിതാ പോലീസുകാരിയെ പോലീസുകാരുടെ ഇഷ്ടമാണോ അവിഹിതം സ്ഥാപിക്കാനാണോ എന്നൊന്നും അറിയില്ല. ഈ പോലീസുകാരിയെ ഇയാൾ നിരന്തരം ശല്യപ്പെടുത്തുന്നു. അവരാണെങ്കിൽ ഇയാളുടെ ഇംഗിതത്തിനോ ഇഷ്ടത്തിനോ വഴങ്ങാതെ അവരുടെ ജോലി ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു, കുടുംബം നോക്കുന്നു, അങ്ങനെ പോകുന്നു. അവർക്ക് ഇവനോട് യാതൊരു താല്പര്യവുമില്ല. ഇവൻ അവരെ മനഃപൂർവ്വം കൊടുക്കാൻ അവർ വേഷം മാറുന്ന, അതായത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് ഒളിക്യാമറ സ്ഥാപിക്കുന്നു. ആരുമില്ലാത്ത സമയത്ത് പോയി ഒളിക്യാമറ സ്ഥാപിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കണക്ഷൻ ഇവൻ്റെ മൊബൈൽ ഫോണിൽ, അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുഴുവൻ ഇവൻ്റെ മൊബൈൽ ഫോണിലുമാണ്. എന്നിട്ട് ഈ സ്ത്രീകൾ കുപ്പായം മാറുന്നത് മുഴുവൻ എൻ്റെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക, പോലീസ് ഉദ്യോഗസ്ഥനാണ്, പോലീസ് ഓഫീസേഴ്സാണ് അപ്പുറത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. എന്തൊരു ക്രൂരമാണ് ഇയാൾ കാണിക്കുന്നത്. ഇയാൾ എന്നിട്ട് അവിടെ ക്യാമറയിൽ പകർത്തുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് കുറേ ഈ പെൺകുട്ടിയോ ഈ വനിതാ പോലീസ് ഓഫീസറോട് ഇവൻ നിരന്തരം പല കാര്യങ്ങൾ പറയുന്നു. അവർ ഇവൻ്റെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല. അങ്ങനെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഇവൻ എന്ത് ചെയ്തു? ഈ ജൂലൈ 6-ാം തീയതി ഇവൻ ഈ വീഡിയോ ഈ യുവതിക്ക് അയച്ചു കൊടുത്തു. ഈ വനിതാ പോലീസിന് ഈ വീഡിയോ അയച്ചു കൊടുത്തു. അതാണ് കേസ്. വനിതാ പോലീസിന് വീഡിയോ, അവരെ ആകെ തകർന്നു പോകില്ലേ? വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ നിങ്ങളുടെ ബന്ധുക്കൾക്കും വീട്ടുകാർക്കും സമൂഹത്തിലൊക്കെ ഇത് പങ്കുവയ്ക്കാൻ പോവുകയാണ്, എൻ്റെ ഇഷ്ടത്തിന് നീ കീഴടങ്ങണം എന്ന് അങ്ങോട്ട് ശാസിക്കുകയാണ്. അവർ പോലും അന്തസ്സുള്ള വീട്ടിലെ പെണ്ണുങ്ങളായിരിക്കും. ഇവനെ കരണക്കുറ്റിക്ക് അടിച്ചില്ല എന്നുണ്ട്, 2 അടി പൊട്ടിച്ചിട്ടാണ് പരാതി കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ അവരുടെ എന്തോ ഒരു മാന്യത കൊണ്ട് ഇവൻ അടിക്കാൻ നിന്നില്ല. ചിലപ്പോൾ അത് ക്രിമിനൽ ഒഫൻസ് ആകുമല്ലോ, ഇവൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇത്രയും ക്രൈം ചെയ്യുന്ന ഇവനെ അടിച്ചു കഴിഞ്ഞാൽ ഇവൻ അതും വേണമെങ്കിൽ ക്രൈമാക്കും. ഈ തൊട്ടാൽ തന്നെ അറയ്ക്കുന്നവനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം തൊട്ടാൽ തന്നെ അവരുടെ കൈ വൃത്തികേടാകും. അതുകൊണ്ടാണ് ഇവൻ അടിക്കാതിരുന്നത്. അവർ വനിതാ സെല്ലിൽ ഒരു പരാതി കൊടുത്തു. വനിതാ സെല്ലിൽ പരാതിയും കൊടുത്തു. മേലുദ്യോഗസ്ഥനോട് വാക്കാലും പറഞ്ഞു, എന്നെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നു, ഞാൻ കുപ്പായം മാറുന്നത് ഇവൻ മൊബൈൽ ഫോണിൽ ക്യാമറയിൽ പകർത്തിയിട്ട് അതെനിക്ക് അയച്ചു തന്നു. എന്നിട്ട് പല നാളുകളായി ശല്യം തുടരുകയാണ്. ക്ഷമിച്ച് പരിധി വിട്ടു, എന്തെങ്കിലും നടപടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സൈബർ സെല്ല് സംഭവം അന്വേഷിച്ചു. സൈബർ സെല്ല് കേസ് അന്വേഷിച്ച് വൈശാഖന്റെ മൊബൈൽ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് 7 മാസം ഈ സ്റ്റേഷനിൽ വന്നുപോയ വനിതാ ഉദ്യോഗസ്ഥർ ആ വിശ്രമ മുറിയിലല്ലേ അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ യൂണിഫോം ഇട്ട് അല്ലല്ലോ പലരും സ്റ്റേഷനിൽ വരുന്നത്. സിവിൽ ഡ്രസ്സിലായിരിക്കും വരുന്നത്. പിന്നീട് ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് ഈ കുപ്പായം, പോലീസിന്റെ ഒഫീഷ്യൽ വേഷം ധരിക്കുന്നത്, യൂണിഫോം ധരിക്കുന്നത്. അതൊക്കെ ഇവന്റെ മൊബൈൽ ഫോണിലുണ്ട്. ആലോചിച്ച് നോക്കുക, എന്ത് ക്രൂരമായ കുറ്റകൃത്യമാണ് ഇവൻ ചെയ്തതെന്ന്. സ്വന്തം സബോർഡിനേറ്റ്, ഒപ്പം ജോലി ചെയ്യുന്ന വനിതാ സഹപ്രവർത്തകരുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി അവരെ ഭീഷണിപ്പെടുത്തുക. ഇപ്പോൾ ഈ ഒരു യുവതി മാത്രമാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ ആ സ്റ്റേഷനിൽ വന്നുപോയ ഡ്യൂട്ടിക്ക് 7 മാസം കൊണ്ട് ചേഞ്ച് ആയി വന്നു പോകുന്ന ഉദ്യോഗസ്ഥരുണ്ട്, സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് ആകെ പരിഭ്രാന്തിയാണ്. ഇവന്റെ കയ്യിൽ ഇനി ഞങ്ങളുടെയും ദൃശ്യങ്ങളുണ്ടോ, ഇവൻ ഞങ്ങളുടെ ദൃശ്യങ്ങളും നഗ്ന ദൃശ്യങ്ങളും ഇവൻ പകർത്തിയിട്ടുണ്ടോ എന്ന ഭയമാണ്. ഇവന്റെ മൊബൈൽ ഫോണിൽ ചില ദൃശ്യങ്ങൾ കണ്ടു. മറ്റ് ഓഫീസർമാരുടെ ദൃശ്യങ്ങളുണ്ടെന്നാണ് സൈബർ സെല്ലിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റ് ഉദ്യോഗസ്ഥരുടെയും ദൃശ്യങ്ങൾ അവന്റെ മൊബൈൽ ഫോണിലുണ്ട്. അപ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ, മുതലെടുത്തിട്ടുണ്ടോ, അവർക്കെന്തെങ്കിലും പരാതിയുണ്ടോ, ഇതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവരെ ഏതെങ്കിലും തരത്തിൽ അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, ഇങ്ങനെ വീഡിയോ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടോ, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ, ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇവനെ സസ്പെൻഡ് ചെയ്തപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പോയി സമരം ചെയ്യുന്നത് ഇവനെ ഡിസ്മിസ് ചെയ്യണം. തീർച്ചയായിട്ടും ഇവനെ തുറുക്കിലടിച്ച് അവനെ ഡിസ്മിസ് ചെയ്യണം.
വിശ്വസിച്ച് എവിടെ എടുത്ത് വെക്കാൻ പറ്റും? സ്വന്തം വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത സ്വഭാവമല്ലേ കാണിക്കുന്നത്? നമുക്കറിയാം, കൊച്ചു പിള്ളേരെയൊക്കെ സ്വന്തം വീട്ടിൽ തന്നെയാണ് പീഡനങ്ങളുടെ തുടക്കം. പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്നത് സ്വന്തം വീടുകളിലാണ്. ബന്ധുക്കളാണ് കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് എന്ന് നമ്മൾ തന്നെ പലപ്പോഴും പറയുകയാണ്, വലിയ വായിൽ പറയുകയാണ്. പോലീസും എക്സൈസും തുടങ്ങി എല്ലാ ഏജൻസികളും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തനെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ കൊള്ളാം. ഒപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി അവരെ ഭീഷണിപ്പെടുത്തുക, സ്വന്തം ഇഷ്ടത്തിനും ഇംഗിതത്തിനും കൂട്ടുനിൽക്കുക എന്ന് വാദിക്കുന്ന ഒരു പോലീസുകാരനെ ഒപ്പം കൂട്ടാൻ പറ്റുമോ? വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവനെ സസ്പെൻഡ് അല്ല, അവനെ ഡിസ്മിസ് ചെയ്യണം. ഡിസ്മിസ് ചെയ്തിട്ട് അവൻ്റെ വീട്ടിൽ പോലും കയറാൻ വീട്ടുകാർ അനുവദിക്കരുത്. ആ തരത്തിൽ സംഗതികൾ മാറി വരണം. ഏതായാലും വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ നടന്നത് ക്രൂരമായ ഒരു പോലീസിന്റെ ക്രൂരമായ വിനോദം പറയാം, ക്രൂരത. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്മിസ് ചെയ്യും. അതിനുള്ള ലിസ്റ്റിലും അവൻ്റെ പേരുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും ആ മൊബൈൽ ഫോണ് ദൃശ്യങ്ങൾ മറ്റാർക്കും എത്തിയിട്ടില്ല എന്നാണ് സൈബർ സെല്ല് നൽകുന്ന വിവരം. ഇതിനി ആർക്കെങ്കിലും ഇവൻ സ്വകാര്യമായി നൽകിയിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും ഇവൻ ഷെയർ ചെയ്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും എങ്ങനെയാണ് കുറ്റിപ്പുറം വീട്ടിൽ വൈശാഖൻ ഇപ്പോൾ അണ്ടർ അറസ്റ്റാണ്, ജയിലിന് ഉള്ളിലാണ്.